അവനിപ്പോൾ കാണാറില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അറിയും അവന് വീട്ടിലിരുന്ന് PSC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, PSC പ്രിപ്പറേഷനിലാണെന്ന് പറയും. പിന്നെ അപ്പോൾ ആളുകൾ അവനൊരു നെഗറ്റീവ് ഫീലായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ അതിനുശേഷം അവൻ്റെ റിസൾട്ട് വരുന്നു, അത് കാണുമ്പോൾ ആൾക്കാർ അവനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ PSC നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്കാണ് ഒരു കാമുകിയൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ തിരിഞ്ഞു പോകാനും സാധ്യത ഉണ്ടായിരിക്കും അല്ലേ? ഇതിലാരെ വിളിക്കണം, അവ ആദ്യം അടിക്കുമായിരിക്കും അല്ലേ? ഇത് ഞാൻ ആരാണ് എന്നെ പറ്റിച്ചത്, ആരാത് സാർ അത് ഞാനൊരു എക്സാം എഴുതാൻ പോയൊരു അനുഭവമാണ് എനിക്ക്. ഡേറ്റ് 2024 ജൂലൈ 30. ഡേറ്റ് വരെ ഓർമ്മ. അതൊരു കാരണമുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും മറക്കാൻ പറ്റാത്തൊരു ഡേറ്റ് ആണ്. എനിക്ക് ആദ്യം പാരൻസിന് 2 ദിവസം കൊടുക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളെ പിള്ളേരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഞാൻ എഞ്ചിനീയർ ആക്കാം, MBBS വിടാം എന്ന് ഒരു വാഗ്ദാനം അവർക്ക് കൊടുക്കാറുണ്ട്. പിള്ളേരെ അതിനെഴുതി പഠിപ്പിക്കുകയും ചെയ്യും. അവസാനം ഇതിന് പോകുന്നൊരു തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ഒരു 70% പിള്ളേർ ഇത് അച്ചീവ് ചെയ്യാൻ കഴിയാറില്ല. അപ്പോൾ അവർ എന്നിട്ടൊരു ബാക്കപ്പ് പ്ലാൻ പോലെയാണ് ഇങ്ങനത്തെ കേരള PSC മാത്രമല്ല എല്ലാ കോമ്പറ്റീവ് എക്സാമിനും കാണാറ്. ഞാനിന്ന് ഏറെ അഭിമാനത്തോടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 3 വ്യക്തിത്വങ്ങളെയാണ്. ഭയങ്കര സന്തോഷമാണ്. ഒരു കുടുംബത്തിലെ 3 വ്യക്തികൾ, അത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 3 ആൺകുട്ടികൾ, ഒരു കുടുംബത്തിലെ ആ അച്ഛൻ്റെ അമ്മയുടെ 3 മക്കളും ഏറ്റവും ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ ഇന്ന് വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതും ഏറ്റവും ഉയർന്ന റാങ്ക് ലിസ്റ്റ്, ഡിഗ്രി ലെവൽ പോസ്റ്റും LGS പോസ്റ്റും എല്ലാം നേടിയിട്ടുള്ളതാണ്. അത് ആ 3 വ്യക്തിത്വങ്ങളെയാണ്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് അവർ വരുന്നത്. അവർ നമ്മളെ കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം നമുക്ക്. അപ്പോൾ വയനാട് സുൽത്താൻ ബത്തേരിയിലെ 3 വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. സുൽത്താൻ ബത്തേരിയിലെ നായ്ക്കെട്ടിയിലെ അല്ലെ അറബിക് ഹൗസ് അല്ലേ, അറബിൽ ഹൗസ് അല്ലേ, അതിലെ 3 അഭിമാനകരമായ വ്യക്തിത്വങ്ങളാണ്. അതിലെ ആദ്യത്തെ ആള്, മൂത്ത ആള് ഭയങ്കര ക്യൂട്ടായിട്ട് നമ്മുടെ ദിൽഷാഹിൻ അല്ലേ, ഡിഗ്രി ലെവൽ വലിയ പോസ്റ്റുകളെല്ലാം നേടിയിട്ടുണ്ട് അല്ലേ. അസിസ്റ്റന്റ് മാനേജറിൽ 116 റാങ്ക്, എനിക്ക് തോന്നുന്നു LDC എറണാകുളം 38 റാങ്ക്, അതുപോലെ VFA ഉണ്ട്, ലാബ് അസിസ്റ്റന്റ് ഉണ്ട്, അതുപോലെ യൂണിവേഴ്സിറ്റി ഉണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട്. അഭിമാനം. നമ്മൾ മൂത്ത ആളെ പരിചയപ്പെട്ടു, ദിൽഷാഹിൻ. അടുത്തത് ഷാനിദ് അല്ലേ, ഷാനിദിന് ഈ കഴിഞ്ഞ വയനാട് ജില്ലയിലെ LGSൽ 53 റാങ്ക്. അതുപോലെ ഷാഹിദ്, പ്രിയപ്പെട്ട ഷാഹിദ്, 2 പേരും ഇരട്ടകളാണ്, ഒട്ടും മനസ്സിലാവത്തില്ല. അതായത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. നിങ്ങളുടെ ചിരി, ഈ ചില്ല്, ഈ ഒരു ഏജിൽ ഇത്രയും നല്ല റാങ്ക് നേടി. ഷാഹിദിന്റെ റാങ്ക് എത്രയായിരുന്നു? റാങ്ക് വയനാട് ജില്ലയിൽ തന്നെ 342 റാങ്ക് നേടി. ഇപ്പൊ യൂണിവേഴ്സിറ്റി LGSലും നേടിയിട്ടുണ്ടായിരുന്നു അല്ലേ, ഇപ്പം ക്യാൻസൽ ചെയ്തത്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോട് ഒരു ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ളത്. ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ആ ഒരു വയനാട് ജില്ലയിൽ നിന്ന് പ്രിയപ്പെട്ട ഒരു കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട 3 പേരോട് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ആദ്യം തന്നെ ഒരു കുടുംബത്തിലെ ഏറ്റവും അഭിമാന താരമായ മൂത്ത ആളിനോട് ചോദിക്കാം. ദിൽഷാഹിൻ അല്ലേ, ദിൽഷാഹിൻ, ഒത്തിരി സന്തോഷമുണ്ട് ഇറങ്ങി തിരിച്ചതിൽ തന്നെയും കൂടെ അനിയന്മാരെ എത്തിച്ചതിൽ തന്നെയും വളരെയധികം സന്തോഷം, അഭിമാനം തോന്നുകയാണ്. ഏതൊരു അച്ഛൻ്റെയും അമ്മേൻ്റെയും അഭിമാനം 3 മക്കൾ ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ ചോദ്യം, ഈ ഇതിലോട്ട് ഒരു ഗവൺമെൻറ്, വയനാട് ഇപ്പം ബത്തേരി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഉള്ളോട്ട് ഏരിയയിലൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഈ ഗവൺമെൻറ് ജോലി നേടണമെന്ന ആഗ്രഹവും ഈ അനിയന്മാരെ ഇതിലോട്ട് എത്തിച്ചതും ഒക്കെ ഇപ്പം ദിൽഷാഹിൻ ഉണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ. എങ്ങനെയാണ് ആദ്യം ഈ ആഗ്രഹം വന്നത്, ഒരു ഗവൺമെൻറ് ജോലിയോട് താല്പര്യം വന്നത്? സാർ അത് എൻ്റെ ഫാമിലി ഗവൺമെൻറ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലി ഒന്നുമല്ല. പക്ഷെ എൻ്റെ ഉമ്മാൻ്റെ ഏട്ടൻ്റെ ഫാമിലി അവരെല്ലാവരും ഗവൺമെൻറ് ബാക്ക്ഗ്രൗണ്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. അപ്പം ഞങ്ങൾ ചെറുപ്പം മുതലേ ആ ജോലി ഉള്ളതുകൊണ്ട് അവർക്ക് ആ ഒരു സോഷ്യൽ സെക്യൂരിറ്റി, അതേപോലെ അവരുടെ ഫാമിലിയുടെ കാര്യങ്ങളെല്ലാം വെൽ സ്ട്രക്ചേർഡായിട്ട് നടന്നു പോകുന്നു. ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പം മുതലേ കാണുന്നതാണ്. സോ ഒരു ജോലിയുടെ ഒരു സിറ്റുവേഷനോട് വന്ന സമയത്ത് എനിക്ക് മറ്റൊന്നിലോട്ട് പോകേണ്ട ആവശ്യം വന്നില്ല. എനിക്ക് അവരെ പോലെ വളരണം, എൻ്റെ ഫാമിലി അങ്ങനെ ആക്കണം, എനിക്ക് എൻ്റെ ബ്രദേഴ്സിനെ അതിലൂടെ കൊണ്ടുവരണം എന്നൊരു തോന്നൽ വരിക ചെയ്തത്. കാരണം നമുക്കും അറിയാം, ഒരു ഗവൺമെന്റ് ജോലിക്കാരന് കിട്ടുന്ന ഒരു പൊസിഷൻ സമൂഹത്തിലെ നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങളുടെ അച്ഛനും അമ്മമാരിലേക്ക് അവരുടെ മക്കൾക്കും ആ അമ്മയും അച്ഛനും ഒക്കെ കാണാം. അങ്ങനെ ഇറങ്ങി ഏത് വലിയ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നോ അതോ കൊച്ചിലെ ഇറങ്ങി? ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ PSCയിലോട്ട് ഇറങ്ങിയത്. ഇഷ്ടപ്പെട്ടാണ് ഇറങ്ങിയത്? തീർച്ചയായും ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ അഭിമാനം തോന്നുന്നു അല്ലേ? അച്ഛനും അമ്മയ്ക്കൊക്കെ സന്തോഷം, എല്ലാവരും സന്തോഷത്തിലാണ്. ഈ ഇവന്മാരെയും കൂടെ അങ്ങനെ ഇറക്കാൻ മാത്രം ഇത്ര എന്തായിരുന്നു നേരത്തെ ഇറക്കി? എന്താ കോളേജിലൊന്നും പോകണ്ട, +2 തന്നെ, അതെന്താ ഇങ്ങനെ ഇവന്മാരെ ആ ഫീൽഡിലോട്ട് കൊണ്ടുവരാൻ മാത്രം എന്താ? സാർ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നാം ഞാനാണ് ഇവരെ PSCയിലോട്ട് കൊണ്ടുവന്നത്. ശരിക്കും അത് അങ്ങനെയല്ല. അവർ സ്വന്തമായിട്ട് PSCയിലോട്ട് വരുമായിരുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞു,
ഞാൻ PCയിലോട്ട് പഠിക്കാനിരിക്കുന്നു. ആ സമയത്ത് എനിക്ക് അവരോടൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റാക്കിക്കോ. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ച് മുന്നോട്ട് പോകുന്നു. ഒരു 1 year കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ PCയുടെ മിക്ക എക്സാംസും ക്ലിയർ ചെയ്യുന്നു. ഇത് അവർ കാണുന്നു. അപ്പം അതുവരെ അവർക്ക് ശരിക്കും PCയിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഇപ്പം ഞാൻ പഠിക്കാനിരിക്കുന്ന സമയത്ത് അവർ ഇവനെന്താ ഇവർ 24 മണിക്കൂർ ബുക്ക് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അവർക്ക്. പക്ഷേ ഞാൻ എക്സാംസ് ക്ലിയർ ചെയ്യുന്ന കണ്ടപ്പം അവർ തന്നെ ഇതിലോട്ട് വന്നിട്ട് ഒരു ദിവസം വീട്ടിൽ വന്ന് പറയാണ്, ഞങ്ങൾക്കും PCയിലോട്ട് വരണം, ഞങ്ങൾക്ക് അങ്ങനെ പോലെ ആവണം. അങ്ങനെ പറയുക ചെയ്തവർ. അവർ ഒരിക്കലും ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയോ ഒരു ഫോഴ്സ് ചെയ്യാന്ന് പറയില്ലേ, ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഫോഴ്സിങ് അവരുടെ മേലെ അഭിമാനമാണ്. കാരണം ഈ ഒരു പ്രായത്തിൽ തോന്നുക എന്ന് തന്നെ പറയുന്ന അഭിമാനം വലിയൊരു കാര്യമല്ലേ. അത് നീ പഠിക്കുന്നതും ആ കണ്ട് ശീലിച്ച് നിനക്ക് പെട്ടെന്ന് ജോലി കിട്ടി. ചിലവർ പറയത്തില്ലേ ഭയങ്കര പാടാണ് ഇപ്പോഴൊന്നും കിട്ടത്തില്ലെന്ന്. പക്ഷെ നിന്റെ പഠിത്ത സ്റ്റൈൽ ഒരു സിസ്റ്റമാറ്റിക് രീതി കണ്ടതുകൊണ്ടായിരിക്കും. അതെ അതെ, ഒത്തിരി സന്തോഷം അവരുടെ ഈ ഒരു മേഖലയിലോട്ട്. എനിക്ക് ഇനി നിങ്ങളോടാ പറയാനുള്ളത്, പേര് തിരിഞ്ഞു പോവും. ആദ്യത്തെ ആള് ഷാനിദ് അല്ലേ, ഇത് ഷാനിദ്, അറ്റത്തിരിക്കുന്ന ആള് ഷാഹിദ്. കാരണം മുഖം ഒരേ സ്റ്റൈല്, മുടി സ്റ്റൈല്, ഡ്രസ്സിങ് സ്റ്റൈല്, ഭയങ്കര ലുക്ക് കേട്ടോ. നിങ്ങളെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. മൂത്താളെ നമ്മളെ ദിൽഷാഹിനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഗൗരവം, വലിയൊരാള്, മെച്യൂരിറ്റി. പക്ഷെ നിങ്ങളെ കണ്ട ഈ ഒരു പ്രായത്തിൽ ഭയങ്കര അഭിമാനമാണ് കേട്ടോ. ഞങ്ങളൊക്കെ സ്വപ്നം കാണുന്ന പോലെ പ്രായമല്ല, +2 അടിച്ചു പൊളിച്ച് നടക്കേണ്ട സമയം. എന്തായാലും ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിങ്ങൾ കിട്ടിയില്ലേ. ആദ്യം എനിക്ക് ഷാനിദിനോടാ ചോദിക്കേണ്ടത്. നല്ല റാങ്ക് നേടി ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. എനിക്ക് തോന്നുന്നു LGSൽ 53 റാങ്ക് നേടി. അതൊക്കെ അഭിമാനമാണ് കേട്ടോ, ഈ ഒരു കൊച്ചു പ്രായത്തിൽ നേടുക എന്ന് പറയുന്നത്. എങ്ങനെ ഷാനിദിന് എന്ത് പറ്റി? ഈ +2 സമയത്ത് എത്രയോ കുട്ടികൾ ഡിഗ്രിക്ക് പോകണമെന്ന് വാശി പിടിക്കും, കോളേജ് അടിച്ച് പൊളിക്കണം, ലൈൻ അടിച്ച് നടക്കണം, ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡിഗ്രിയൊക്കെ കഴിയട്ടെ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നവരാ 90%. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഡിഗ്രി കഴിഞ്ഞാൽ പോലും PSCക്ക് ഇറങ്ങണമെന്ന് താല്പര്യമില്ല, എല്ലാവരും വെളിയിൽ പോകണം. പക്ഷേ എന്താണ് ഈ ചേട്ടൻ്റെ പഠിത്തമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ +2 സമയം കഴിഞ്ഞ് പഠിച്ചു മികച്ച റാങ്ക് നേടിയല്ലേ. ഷാനിദ് എന്തിലോട്ട് ഇറങ്ങാൻ കാരണം? സാർ, ഞങ്ങൾ +2 പഠിക്കുന്ന സമയത്താണ് എൻ്റെ ബ്രദർ PSCയിലോട്ട് വരുന്നതും ആ PSC പഠിച്ചു തുടങ്ങുന്നതും. ആ സമയത്തൊന്നും ഞങ്ങൾ PSCക്ക് വല്ല വാല്യൂ ഒന്നും കൊടുത്തില്ലായിരുന്നു. കാരണം ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാരെ ചോദിക്കുന്നു, നിന്റെ ഏട്ടനെ എവിടെ, അവനിപ്പോൾ കാണാറില്ലല്ലോ. അപ്പോൾ ഞങ്ങളറിയും അവന് വീട്ടിലിരുന്ന് PSC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, PSC പ്രിപ്പറേഷനിലാണെന്ന് പറയും. പിന്നെ അപ്പോൾ ആളുകൾ അവനൊരു നെഗറ്റീവ് ഫീലായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ അതിനുശേഷം അവൻ്റെ റിസൾട്ട് വരുന്നു, അത് കാണുമ്പോൾ ആൾക്കാർ അവനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഈ PSC നല്ലൊരു ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ മുന്നിൽ വേറൊരു ചിന്ത വന്നിട്ടില്ല, ഞങ്ങളുടെ മുന്നിൽ വേറൊരു ഓപ്ഷൻ തിരഞ്ഞു പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. PSC നല്ലൊരു ഓപ്ഷനാണെന്ന് ഞങ്ങൾ മനസ്സിലേക്ക് വരിക. അപ്പം ഡിഗ്രിക്ക് പോയില്ല? ഡിഗ്രിക്ക് പോയിട്ടില്ല. +2 കഴിഞ്ഞിട്ട് നേരെ PSCയിലോട്ട് വന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്. അപ്പം നല്ല വയനാട്ടിലെ ഏറ്റവും നല്ല റാങ്കാണ് നിങ്ങൾ കൈവച്ചിരിക്കുന്നത് അല്ലേ. അഭിമാനം, ഒത്തിരി സന്തോഷമുണ്ട്. അത് സത്യം വളരെ 100 എടുത്താൽ ഒരു 5 പേരെ അങ്ങനെയൊക്കെ ചിന്തിക്കത്തുള്ളൂ കുടുംബത്തിൽ. അത് അച്ഛനമ്മമാരോട് നന്ദിയും പറയുക, അവരുടെ മുമ്പിൽ കൊടുത്തത്. ഇനി എനിക്ക് ഷാഹിദിൻ്റെ കൂടെ അവതരിക്കാനുള്ളത് അല്ലേ. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് എൻട്രിയാണ് ഈ വിജയ്, എൻട്രിയുടെ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പിലൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെയൊക്കെ മോട്ടിവേഷൻ ക്ലാസ് കേട്ടു, സാറുമാരുടെ മികച്ച. എന്താണ് എൻട്രിയെക്കുറിച്ച്, എൻട്രി എടുത്തതിന് ശേഷം ഉണ്ടായ മാറ്റം എന്താ? PSCക്ക് ഇറങ്ങി നിങ്ങൾക്ക് ഈ +2 കഴിഞ്ഞുള്ള പിള്ളേർക്കൊന്നും എൻട്രി എന്താന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ചേട്ടൻ്റെയും പഠിത്തം കണ്ട് എൻട്രി സഹായിച്ചായിരുന്നു. സാർ, ഞങ്ങൾ PSCക്ക് വന്നത് വീട്ടിലിരുന്നിട്ട് തന്നെയാണ് പഠനങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ചില സബ്ജക്റ്റുകളിൽ. അപ്പം അതെങ്ങനെ പരിഹരിക്കുക എന്ന നിലയിലാണ് ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എൻട്രീൻ്റെ വീഡിയോസ് ഞങ്ങൾ കണ്ടു. അതിൽ സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്, സാറിൻ്റെ വീഡിയോ, സുജേഷ് പുറക്കാടിൻ്റെ ക്ലാസ്സുകൾ, അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ആയി കേൾക്കാൻ. അപ്പം ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല മനോഹരമായ ക്ലാസ് തരുന്ന പ്ലാറ്റ്ഫോം അത് എൻട്രി തന്നെയാണ് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ എൻട്രി ഞങ്ങളുടെ ഈ ഒരു ജേണിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. എൻട്രി ഈ കൂട്ടുകാരൊക്കെ ഇപ്പം ഡിഗ്രിക്കൊക്കെ +2 കഴിഞ്ഞിട്ട് കൂട്ടുകാരൊക്കെ അത് ഡിഗ്രിക്ക് പഠിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജ് അടിച്ചു വിളിക്കുന്നു, അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിക്കൊക്കെ പോകുന്നു. നിങ്ങൾ ആ സമയത്ത് PSC പഠിക്കുകയാണല്ലോ, നല്ല പഠിക്കേണ്ട സമയത്ത് പോയി PSC പഠിച്ചേ. ഇപ്പം ജോലിയും കൂടെ കിട്ടിയപ്പോൾ അവരെന്തോ പറയുന്നത്? ഞങ്ങൾ +2 കഴിഞ്ഞപ്പോൾ ഞങ്ങളും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു തീരുമാനം എടുത്തിരുന്നു. അതിൽ അവരെല്ലാവരും പറഞ്ഞ് ഞങ്ങൾ PSCയിലേക്കില്ല, ഞങ്ങൾക്കിങ്ങനെ വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റൂല. അവർ പറഞ്ഞ അവർക്ക് കുറച്ചുകൂടി ഇന്നത്തെ ലൈഫിൽ ഞങ്ങൾ 2K കിഡ്സ് ആണ്, അപ്പം എല്ലാവർക്കും ഒരു വീട്ടിലിരിക്കാന്ന് വെച്ചാൽ ഒരു പറ്റില്ല. അപ്പൊ അവരെന്താക്കി ഡിഗ്രിക്ക് പോയി, ഡിഗ്രി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയി. അതിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ PSCക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു വിജയം കിട്ടിയപ്പോൾ അത് അവർക്ക് വളരെയധികം
ഇൻസ്പിറേഷനായി. അവരടുത്ത് അവരുടെ ഫാമിലി പറയാറുണ്ട് നിങ്ങൾ PSC പഠിക്കണമെന്ന്. പക്ഷേ അവർക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ജയിച്ചപ്പം അവർക്ക് മനസ്സിലായി എന്ത് PSC പഠിക്കണമെന്ന്, എന്തായാലും പഠിച്ചാൽ കിട്ടുമെന്ന് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ തോന്നി. അങ്ങനെ അവർ PSC ജീവിതത്തിലെ നിങ്ങളുടെ ഫോട്ടോസ്, സ്റ്റാറ്റസ്, റാങ്കുകൾ ഈ ഒരു കൊച്ചു പ്രായത്തിൽ നേടിയെന്ന് പലരും പറയും. നിങ്ങൾ കേൾക്കുന്നില്ലായിരിക്കും, പല വീട്ടിലെ അച്ഛനമ്മമാര് നിങ്ങളെ ഉദാഹരണമാക്കിയായിരിക്കും പറയുന്നത്. അതൊക്കെ ഒരു അഭിമാനം കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു പ്രായത്തിലായിട്ട്. ഓക്കെ, ഇനി നമ്മളെ മൂത്ത ആളോട് വെക്കുകയാണ്. എന്തോ ഒരു ഐശ്വര്യമാണല്ലേ ഇവർ. വേറൊരു ജോലി വിട്ട് ഇത് സൈലന്റ് ആണ്. ഭയങ്കര ഇതും ഒരു നല്ല മുഖമാണ്. ഇല്ലാന്നോ കൊള്ളത്തില്ലെന്നോ നെഗറ്റീവ് മുഖമെന്നല്ല, ചില ഓരോരുത്തർക്കും ഓരോന്ന് കയറുമല്ലോ. ചേട്ടൻ എന്നൊരു പദവി കിട്ടേണ്ട ഒരു മുഖം പോലെ തോന്നി. എനിക്ക് പറയാനുള്ളത്, ഞാൻ LDCയിൽ എനിക്ക് തോന്നുന്നു വയനാട് വെക്കാതെ, അവർ രണ്ടുപേരും വയനാട് തന്നെയാണ് റാങ്കിൽ, വയനാട് വെക്കാതെ എറണാകുളത്ത് വന്ന് 38 റാങ്ക് അല്ലേ? 38. ഒന്ന് ആലോചിച്ചോ, 38 ആയിട്ടാണ്. ക്വസ്റ്റ്യൻ നല്ല സ്റ്റാൻഡേർഡ് ആയിരുന്നു. എന്താ ഈ വയനാട് മാറ്റിയിട്ട് എറണാകുളം നമ്മളെ വലിയൊരു സിറ്റിയിലോട്ട് ചേക്കേറി എറണാകുളം? അത് മാത്രമല്ല, നല്ല കുറേ റാങ്കുകളുണ്ടല്ലേ. കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിൽ 116 റാങ്ക്, LD 38, പിന്നെ നമ്മുടെ VFA ഉണ്ട് അല്ലേ, ലാബ് അസിസ്റ്റന്റിലുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട് അല്ലേ. ഒത്തിരി റാങ്ക് ലിസ്റ്റ് വന്നു അല്ലേ. ഭയങ്കര അഭിമാനം കേട്ടോ. ഒരു വർഷം ഇവർ അനിയന്മാർ പറഞ്ഞു പുറത്തോട്ട് പോലും ഇറങ്ങാതിരുന്ന് പഠിച്ചതിന്റെ ഫലം ദൈവം തന്നതാണ്. എൻ്റെ ഒരു എന്താ ഈ എറണാകുളത്തേക്ക് എഴുതാൻ കാരണം വയനാട്ടിൽ നിന്ന്? സാർ അത് ഞങ്ങൾ 3 പേരും തമ്മിലൊരു ബെറ്റായിരുന്നു. അങ്ങനെ ഒരു 100 രൂപയുടെ ബെറ്റ്. ഞങ്ങൾ പലപ്പോഴും വയനാടിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നത് മറ്റ് ജില്ലക്കാരായിരിക്കും. ആദ്യത്തെ 10 റാങ്ക് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലും പുറത്തുള്ള ജില്ലക്കാരായിരിക്കും. ഇത് മനസ്സിലായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഒരു വയനാട്ടുകാരന് വേറൊരു ജില്ലയിൽ ചെന്നിട്ട് ഫസ്റ്റ് റാങ്ക് മേടിച്ചിടാം. അങ്ങനെ ഞങ്ങൾ ഒരു എക്സാം നോക്കിയിരിക്കുക. അപ്പോഴാണ് LDC 2025 എക്സാം വരുന്നത്. നല്ലൊരു ജില്ല, കോമ്പറ്റീഷൻ ഉള്ള ജില്ല തന്നെ. ട്രിവാൻഡ്രം, എറണാകുളം നോക്കി. ലാസ്റ്റ് എറണാകുളം സെലക്ട് ചെയ്തു. എറണാകുളത്തെ എക്സാം എഴുതി. എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഫസ്റ്റ് റാങ്ക് ആരാണ്. ഞാനല്ല. ആ ബെറ്റിൽ ഞാൻ ഫെയിലായി. 38ാമത്തെ റാങ്കിലൊക്കെ 800 പേരുടെ റാങ്ക് ലിസ്റ്റില്ലേ ഉള്ളത് തന്നെ. അതിൽ 38 എന്ന് പറഞ്ഞാൽ 1ാം റാങ്കിന് തുല്യം തന്നെയാണ്. പിന്നെ നമ്മൾ ആ ഒന്നിനു വേണ്ടി പഠിച്ചില്ലേ, ഫോക്കസ് വേണ്ടി പഠിച്ചില്ലേ, അത് തന്നെ അഭിമാനം. അങ്ങനെ എറണാകുളത്തോട്ട് വരികയാണ്. പിന്നെ കേരള ബാങ്ക് മാനേജർ അല്ലേ, അസിസ്റ്റന്റ് മാനേജറിൽ 116 റാങ്ക് ഉണ്ട് അല്ലേ. ഡിഗ്രി ലെവൽ നല്ല രീതിയിൽ പഠിച്ചല്ലേ. ഞാൻ PCയിലോട്ട് വന്നത് തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്തിട്ട് തന്നെ ആയിരുന്നു. അതുകൊണ്ട് ആ രീതിയിലായിരുന്നു എൻ്റെ പഠിത്തം പ്രിപ്പറേഷൻ. ഓക്കെ, ഒത്തിരി സന്തോഷം. നല്ല റാങ്ക് കിട്ടിയതിൽ എല്ലാവിധ ആശംസകളും. ഇനി നമ്മളെ ഇരട്ടകളോട് ചോദിക്കാം. കാണുമ്പോൾ തന്നെ എനിക്ക് എപ്പോഴും മനസ്സിൽ ഭയങ്കര സന്തോഷം. നിങ്ങളുടെ ഈ എൻജോയ്മെന്റ് ഇങ്ങനെ തന്നെയാണോ? വീട്ടിലും ജോലിയായിട്ടൊക്കെ തന്നെയാണോ? വീട്ടിലും ജോലിയായിട്ടൊക്കെ തന്നെ. അയൽക്കാരും ബന്ധുക്കളും ഒക്കെ നിങ്ങളോട് ഭയങ്കര സഹകരണമാണ്. നിങ്ങളെ തിരിച്ചറിയുന്നത് എങ്ങനെ? അച്ഛനും അമ്മയ്ക്കും എപ്പോഴും അറിയാമായിരിക്കും, കൊച്ചിലേ കണ്ട്. അല്ലാതെ ബന്ധുക്കളും ഒക്കെ വരുമല്ലോ. അപ്പൊ എങ്ങനെ നിങ്ങളെ തിരിച്ചറിയുന്ന? കൂട്ടുകാരോ അയൽത്തുകാരോ ഒക്കെ പെട്ടെന്ന് മാറിപ്പോയിട്ടുണ്ടോ പേരുകൾ തമ്മിൽ? ഞങ്ങളായിട്ട് നല്ല പരിചയമുള്ള ആൾക്കാർക്ക് മാത്രമേ ഞങ്ങളെ തിരിച്ചറിയാൻ പറ്റും. ഭാഗം ഏതാ നിങ്ങളെ? ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സിന് അറിയാം, അല്ലാണ്ട് പുറത്തുനിന്ന് ആൾക്കാർക്ക് ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ. എനിക്കൊന്ന് മുടി സ്റ്റൈലിൽ ചെറിയ വ്യത്യാസം ഉണ്ടോ? അല്ലാതെ ഹെയർ കട്ടിങ്ങിൽ ചെറിയ എല്ലാം ഒരുപോലെയാണ്. മുടിഞ്ഞ് നേരെ വരെ. സ്കൂളിലെ ടീച്ചർക്കൊക്കെ മാറിപ്പോയിട്ടുണ്ടോ? ടീച്ചർക്ക് മാറിപ്പോയിട്ടുണ്ട്. ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്സിന് മാത്രം അറിയാം. പിന്നെ വീട്ടിലെ അമ്മക്കും ഉപ്പക്കും എപ്പോഴും കാണുന്നുണ്ട്, അറിയാം അല്ലേ. നിങ്ങൾക്കാണ് ഒരു കാമുകിയൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ തിരിഞ്ഞു പോകാനും സാധ്യത ഉണ്ടായിരിക്കും അല്ലേ. ഇതിലാരെ വിളിക്കണം, അവ ആദ്യം അടിക്കുമായിരിക്കും അല്ലേ. ഇത് ഞാൻ ആരാണ് എന്നെ പറ്റിച്ചത്, ആരാന്ന് ചോദിക്കട്ടെ. പോട്ടെ. എന്നാലും ജീവിതത്തിൽ നല്ലൊരു വിജയവും നല്ലൊരു ഗവൺമെന്റ് ജോലിയും നേടിയിട്ടുണ്ട്, അതിൽ സന്തോഷം. എനിക്ക് ഷാനിദിനോടാണ് അടുത്ത ചോദ്യം വരുന്നത്. ഷാഹിദ് തെറ്റിയിട്ടില്ലല്ലോ? തെറ്റിയിട്ടില്ലല്ലേ? നിങ്ങളുടെ ആ ചിരിയ മീശ എടുത്തത്, മീശ ഒരേ ടൈപ്പ് ആയതുകൊണ്ട് എനിക്ക് വരെ ടെൻഷനായി പോയി ഇനി പേര് വെച്ചാൽ. എൻ്റെ ചോദ്യം, ഈ നിങ്ങൾ പിന്നെ ഈ ഓരോ വീട്ടിൽ ചിലപ്പോൾ ചേട്ടനും അനുജനും വേറെ റൂമിലിരുന്ന് പഠിക്കുന്നതാണ്, നിനക്ക് വേണ്ടി വേണമെങ്കിൽ പഠിച്ചോന്ന്. പക്ഷെ നിങ്ങൾ ആ ഒരു രീതിയായിരുന്നോ? കമ്പൈൻ സ്റ്റഡി ആണോ അതോ ഇൻഡിവിജ്വൽ ആയിട്ടായിരുന്നോ പഠിച്ചത്? ഇപ്പം പരീക്ഷ എനിക്കൊന്ന് ഷാനിദ് 53 റാങ്ക് നേടിയില്ലേ? അതൊക്കെ വലിയ ഈ ഒരു പ്രായത്തിൽ തന്നെ. അപ്പൊ എൻ്റെ ഒരു ചോദ്യം എന്തായിരുന്നു? കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരുന്നു? 3 പേരും ഒരു വീടാണല്ലോ, നീ അതുവഴി ഇതുവഴി അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് അങ്ങനെ എങ്ങനെയായിരുന്നു പഠിച്ച സ്റ്റൈൽ? ആദ്യം തന്നെ ഞങ്ങൾ 3 പേരും ഒരു റൂമിലിരുന്നിട്ട് കമ്പൈൻ സ്റ്റഡി പഠിച്ചിട്ടില്ല. കാരണം എൻ്റെ ബ്രദർ ഞങ്ങൾക്ക് മുന്നേ പഠിച്ചു തുടങ്ങിയ ആളാണ്.
അതുമല്ലാണ്ട് അവന് ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരും കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ടാണ് പഠിച്ചത്. ഒരു റൂമിലിരുന്ന് PSC പഠിച്ചു തുടങ്ങിയത് മുതൽ ഇന്നേ വരെ ഞങ്ങൾ ഒപ്പരം ഇരുന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ ചില കാര്യങ്ങളിൽ തന്നെ ഒരു ഈക്വാലിറ്റി ഉണ്ട് എല്ലാ കാര്യത്തിലും. ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു ഈക്വാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത്. ഈ ഒരു വിജയത്തിന് പിന്നെ നിങ്ങൾ രണ്ടുപേരുടെ ചേട്ടൻ പറഞ്ഞൊക്കെ തരൂ, ഏറ്റവും ഇമ്പോർട്ടന്റ് ഇങ്ങനെയാണ്, അതും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ, പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷം ഈ ഒരു വിജയം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നതിൽ. ആ കമ്പൈൻ സ്റ്റഡി ഭയങ്കര പ്രയോജനപ്പെട്ടു അല്ലേ. ഒറ്റയ്ക്കിരുന്ന് പഠിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങനെ തോന്നൂല. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചിരിക്കണം എപ്പോഴും തോന്നുന്നു. അതാ കൊച്ചിലേ അങ്ങനെ ശീലിച്ചത് കൊണ്ടായിരിക്കും നിങ്ങളുടെ രീതിയും നിങ്ങളുടെ സ്റ്റൈലുകൾ. ഓക്കെ, അടുത്ത ഷാഹിദ്. തെറ്റിയിട്ടില്ലല്ലോ? ഷാഹിദ്, നല്ല പേര്. ഷാഹിദിനോട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പം PSCയിൽ കുറേ മാറ്റം കൊണ്ടുവന്നു. ചോദ്യങ്ങൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളുണ്ട്, വൺ വേർഡ് ചോദ്യങ്ങളുണ്ട്. ഈ കൊച്ചു പ്രായത്തിൽ ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ വന്നപ്പം പേടിക്കുക എങ്ങനെ ചെയ്തോ? എനിക്ക് മനസ്സിൽ ആത്മവിശ്വാസം കിട്ടിയോ? ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെയൊക്കെ എങ്ങനെയാണ് നേരിട്ടത് ഈ ഒരു സമയം? കുറേ പേര് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ പറ്റൂ, കുറേ വർഷം ഇങ്ങനെ പഠിച്ചിട്ടുള്ളവർക്ക് വളരെ. നിങ്ങൾ ഇതിലോട്ട് ഇറങ്ങിയപ്പോഴേ ഇതെന്തോ സ്റ്റേറ്റ്മെന്റ് ചോദ്യം, ഇതെങ്ങനെ എഴുതും, നിങ്ങളിലെ വായിച്ചത്, ഇതിനെ എങ്ങനെയായിരുന്നു ഏറ്റെടുത്തത്? സാറേ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനെ പറ്റി പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ടഫുള്ള ക്വസ്റ്റ്യൻ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അത് ശരിയല്ല. നമുക്കൊരു എക്സാമിൽ ഏറ്റവും സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. സത്യം പറഞ്ഞാൽ ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ടഫ്. കാരണം ഇതിനെ പറ്റി തിരിഞ്ഞു പോകും, ഇതിനെ പറ്റി ശരിക്കും അറിയെങ്കിൽ മാത്രമേ വൺ വേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റൂ. പക്ഷേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് ശരിയായ ഒരു പഠന രീതി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അതിന് റാങ്ക് ഫയലിനേക്കാളും ബെറ്റർ നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതാണ്. അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങളൊക്കെ വന്നായിരുന്നു. പിന്നെ അത് മാത്രമല്ല, 4 സ്റ്റേറ്റ്മെന്റ് 2 അറിയാമെങ്കിലും നമുക്ക് പോയി പറയുന്നതിന് വേണ്ടില്ല, ഓപ്ഷൻ കട്ട് ചെയ്ത് എലിമിനേഷൻ ടെക്നിക്സ് അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു അല്ലേ? അതൊക്കെ പ്രാക്ടീസിലൂടെയാണ് ചെയ്തത്. മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു. ഡെയിലി ഞങ്ങൾ ചെയ്ത് നോക്കുമായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡെയിലി വർക്ക്ഔട്ട് ഞങ്ങൾ ചെയ്യുമായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യുമായിരുന്നു അല്ലേ? അല്ലേ, എല്ലാ ഉദ്യോഗാർത്ഥികളും ഇത് കേൾക്കേണ്ടതാണ് ഈ ഒരു പ്രായത്തിൽ. ഇതൊക്കെ അതെനിക്ക് തോന്നുന്നു മൂത്ത ആളുണ്ടായത് കൊണ്ട് എല്ലാം കുറെ നാളുകൊണ്ട് നിങ്ങൾ കാണുന്നത്. ഈ ഡിഗ്രി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഇനി നിങ്ങൾക്ക്? ഡിഗ്രി എടുക്കണം, വലിയ ജോലി നേടണം, എനിക്ക് ഈ ജോലിയിൽ നിൽക്കേണ്ട, ചെറുതാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്, അങ്ങനെ ഡിഗ്രി എടുക്കണം കേട്ടോ. എടുത്ത് വലിയ വലിയ പോസ്റ്റുകളിലേക്ക് പോകണം. ഈ ഡിഗ്രീനോ ഇനിയിപ്പം ഡിഗ്രി രജിസ്റ്റർ ചെയ്യാലോ നിങ്ങൾ? ഏത് വിഷയം എടുത്ത്? പൊളിറ്റിക്കൽ സയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് ഡിസ്റ്റൻസ് ആണോ? പൊളിറ്റിക്കൽ. അത് വേണം കേട്ടോ. കാരണം ഒരു സമയത്ത് അയ്യോ എനിക്ക് ഈ ജോലിയിൽ ഒതുങ്ങണ്ടായിരുന്നു എന്നൊക്കെ കേട്ടോ. കൂട്ടുകാരൊക്കെ കാണുമ്പം എന്താ പറയുന്നത് നിങ്ങള്? കൂട്ടുകാർ പറയുന്നത് കളിക്കാനൊക്കെ പോവോ വൈകുന്നേരങ്ങള്? ഞങ്ങൾ PSC പഠന കാലത്ത് കളിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ PSC പഠനം ആരംഭിച്ചതിന് ശേഷം പിന്നെ അങ്ങനത്തെ ടൈം വേസ്റ്റ് ചെയ്യുന്ന പരിപാടിക്ക് പോയിട്ടില്ലായിരുന്നു അല്ലേ? അച്ഛനും അമ്മയൊക്കെ പറയൂടാ വൈകുന്നേരമൊക്കെ പോയി കൂട്ടുകാരുടെ കളിക്കടാ എന്നൊക്കെ പറയത്തില്ലേ ഈ പ്രായത്തില്? അവര് നല്ല സപ്പോർട്ടായിരുന്നു അല്ലേ? PSC അങ്ങ് പഠിച്ചോളൂ, ഒന്ന് സേഫ് ആക്കിയിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞാണ് അല്ലേ? അത് ശരി. ലിസ്റ്റ് വന്നപ്പോഴാണ് ഞങ്ങള് ഫ്രണ്ട്സിന്റെ കൂടെ ഇടക്കിടക്കൊക്കെ ഒന്ന് പോയി. നാട്ടില് ഇങ്ങനെ ആദരവൊക്കെ കിട്ടി തുടങ്ങിയോ? ഇങ്ങനെ നാട്ടിലൊക്കെ ക്ലബ്ബുകളിലൊക്കെ വിളിച്ചു തുടങ്ങി? നാട്ടിൽ നല്ല സപ്പോർട്ട്. 1-2 പരിപാടിക്ക് ഞങ്ങളെ ക്ഷണിച്ച് ഞങ്ങൾക്ക് സമ്മാനമൊക്കെ സന്തോഷമായി. ഫോട്ടോസൊക്കെ കണ്ട് റാങ്ക് ഒക്കെ കണ്ടപ്പോ അല്ലേ? നിങ്ങളുടെ നാട്ടുകാരെയൊക്കെ അല്ലേ അവിടെ? അതാ പറഞ്ഞു, എപ്പോഴായാലും അഭിമാന നേട്ടമായിരിക്കും അല്ലേ ആ ക്ലബ്ബിൽ കിട്ടിയ ആദരവും. ദിൽഷാനും പോയായിരുന്നു അതിന്? ദിൽഷാനും പോയായിരുന്നു അല്ലേ? ഓക്കെ, അതൊക്കെ അച്ഛൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുക. ആദ്യത്തെ ജോലി കിട്ടുമ്പോഴ് അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ തൊട്ട് തൊഴുതട്ടെ പോവാവൂ. രണ്ടാമത്തെ ശമ്പളം കിട്ടുമ്പോഴും എടുത്തുകൊണ്ട് വന്ന് അവരുടെ കയ്യിലേക്ക് കൊടുക്കുക. അതൊക്കെ അവര് അഭിമാനത്തോടെ നോക്കി കാണുക കേട്ടോ. അടുത്ത പ്രിയപ്പെട്ട ദിൽഷാഹിനോടാണ് മൂത്താളെന്ന നിലയിൽ അഭിമാനത്തോടെ ഒരു ചോദ്യം. ഈ PSCയിൽ ഇറങ്ങിയപ്പോഴല്ലോ ഇവര് തന്നെ പറയുന്നതായിട്ട് പുറത്തോട്ട് പോലും ഇറങ്ങാതിരുന്ന് പഠിക്കുകയാണ്, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചേട്ടൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പുറത്തോട്ട് പോലും ഇറങ്ങാതെ പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്ത് കിട്ടുമെന്ന വാശിയിൽ പഠിച്ചു. മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഈ പഠിച്ച കാലഘട്ടത്തില്? ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു സാർ? അത് ഞാനൊരു എക്സാം എഴുതാൻ പോയൊരു അനുഭവമാണ് എനിക്ക്. ഡേറ്റ് 2024 ജൂലൈ 30. ഡേറ്റ് വരെ ഓർമ്മ. അതിന് കാരണമുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും മറക്കാൻ പറ്റാത്തൊരു ഡേറ്റ് ആണ്. ജൂലൈ 31 2024 ജൂലൈ 30. അടുത്ത സീസൺ ആണല്ലോ, ഈ അടുത്തുണ്ടായതാണ്. അത് ഒരു LDC ഗാന്ധി ബോർഡിൽ LDCയുടെ എക്സാം ആയിരുന്നു.
രാവിലെ ആയിരുന്നു എക്സാം. 7 ബോർഡ് രാവിലെ ആയിരുന്നു എക്സാം. രാവിലെ ഞങ്ങൾ എഴുന്നേറ്റു. ഞങ്ങൾക്ക് 3 പേർക്കും അന്ന് മെയിൻസ് എക്സാം ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് എക്സാമിന് പോകാനിരിക്കാറ് ഒരു ഭയങ്കര അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു മഴ. അങ്ങനെ ഇറങ്ങി ഞങ്ങൾ. ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു. ഒരു 25 കിലോമീറ്റർ മാറിയിട്ട് SKMJ ഹൈസ്കൂളിലായിരുന്നു ഞങ്ങൾക്ക് ഹാള് കിട്ടിയത്, കൽപ്പറ്റ SKMJ. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ ആകെ നനഞ്ഞു. എനിക്കൊരു റെയിൻ കോട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ സെറ്റർ ഉണ്ടായിരുന്നു, എല്ലാം നനഞ്ഞു. അങ്ങനെ അവിടെ എത്തി. ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരിക്കലും നമുക്ക് എക്സാം ചെയ്താൽ കഴിയില്ല, കംഫർട്ട് ഇല്ല. അപ്പോൾ ഞാൻ അവിടെ ഓഫീസിൽ ചെന്നു. അവിടെ PSC ഓഫീസർ ഉണ്ടായിരുന്നു. സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഇങ്ങനെ എക്സാം ചെയ്താൽ കഴിയില്ല, സാർ എന്തെങ്കിലും ചെയ്തു തരണം, ഞാൻ ട്രൗസർ ഇട്ടിട്ട് എക്സാം എഴുതിക്കോളെന്ന് ചോദിച്ചു. സാറ് നല്ലൊരു സാറ് കണ്ടപ്പോൾ തന്നെ സാറ് കാര്യം മനസ്സിലായി. നീ ഇങ്ങനെ എക്സാം എഴുതണ്ടാ, നീ എന്തായാലും ട്രൗസർ ഇട്ടിട്ട് എക്സാം എഴുതിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ എക്സാം ട്രൗസർ ഇട്ടിട്ട് എക്സാം എഴുതുന്നത്. അടുത്തിരിക്കുന്നവരൊക്കെ കണ്ടില്ലേ, എല്ലാരും നോക്കി എന്നെ കാണുമ്പോൾ ചിരിക്കാറ്. സിനിമയില് ഒരു തൊരപ്പൻ കൊച്ചുണ്ടി അതുപോലെ പോയില്ലേ, എന്നെ കാണുമ്പോൾ എല്ലാരും നോക്കിയാണ്. പക്ഷെ അങ്ങനെ ഞാനൊന്നും മൈൻഡ് ആക്കില്ല. അങ്ങനെ എക്സാം ഹോളിലോട്ട് കയറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അൺയൂഷ്വൽ ആയ ഒരു വെതറായിരുന്നു. സാറ് ഡോർ തുറന്നിരുന്നുണ്ട്, ജനൽ തുറന്നിരുന്നുണ്ട്. അത്ര ഇരുട്ടാണ്. പേപ്പറിലോട്ട് നോക്കിയിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് കളർ മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. അത്രയ്ക്ക് ഇട്ടായി കിടക്കും ക്ലാസ്. മഴ, കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ. അങ്ങനെ എക്സാം എഴുതി, എന്നെ കൂടെ പറ്റുന്ന പോലെ എക്സാം എഴുതി. എക്സാം കഴിഞ്ഞു, വീട്ടിലോട്ട് ചെന്നു. സെയിം സിറ്റുവേഷൻ ആണ്. വീട്ടിലോട്ട് ചെന്ന് കയറപ്പിള്ളാറ് ഉമ്മ പറയുന്നത്, ഞങ്ങൾ എക്സാം എഴുതിയ സ്കൂളിന്റെ തൊട്ടടുത്താണ് ചൂരൽമല. ചൂരൽമലയിൽ ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് അത് മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ സിറ്റുവേഷൻ ഒക്കെ അറിയുന്നത്. അപ്പൊ ഈ ഒരു അനുഭവം നിങ്ങള് ആ 30-ാം തീയതി പത്രം ഒന്നും കണ്ടില്ല അല്ലേ? എനിക്ക് തോന്നുന്നു 30 രാത്രിയിലായിരുന്നു. ആ 30-നായിരുന്നു നിങ്ങൾക്ക് പരീക്ഷ. ആ സമയത്തായിരുന്നു. തൊട്ടടുത്താണല്ലോ ചൂരൽമല അല്ലേ? ശരിയായിരുന്നല്ലേ? എനിക്ക് അതിലൊരു ഒരു ഫ്രണ്ടിനെ എനിക്കെല്ലാം നഷ്ടമായി. അപ്പൊ ആ ഒരു എക്സാമിന് പോലും, ആ എക്സാം എഴുതലും, അങ്ങനെ ഇരുന്നുള്ള എക്സാം എഴുതലും തിരിച്ചു വരലും. പിന്നീട് ചരിത്രത്തിൽ ഒരു ഷോർട്സ് ഇട്ട് ആദ്യമായിട്ട് അല്ലെങ്കിൽ നിക്കറിട്ട് ആദ്യം എഴുതിയ PSC അവരെ സമ്മതിക്കുകയൊക്കെ ചെയ്ത് അതൊരു വെറൈറ്റി ആയിരുന്നു. പിന്നെ തൊട്ടടുത്ത ദിവസമായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം. ഓക്കെ, അങ്ങനെയുള്ള ഒരു ചെറിയൊരു ഓർമ്മയില് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു. ഓക്കെ, ഇനി എനിക്ക് ഷാഹിദിനോട് അപ്പം ദിൽഷാഹിൻ പറഞ്ഞു അവന്റെ അനുഭവം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു വിഷമം പറ്റിയ അനുഭവം അല്ലെങ്കിൽ ഇങ്ങനെ PSC പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സാർ, ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ അതായിരിക്കും. രണ്ടുപേർക്കും ഞങ്ങളെ ആദ്യ റാങ്ക് ലിസ്റ്റ് വരുന്നത് യൂണിവേഴ്സിറ്റി LGSന്റെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. അതിലും ഉണ്ടായിരുന്നോ? സ്റ്റേറ്റ് വൈഡ് എനിക്ക് തോന്നുന്നു 81 നിങ്ങൾ വന്നോ? ഞങ്ങളതിൽ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ഞങ്ങൾ നല്ലൊരു റാങ്ക് പ്രതീക്ഷ എക്സാമിനുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ PSC അത് സ്റ്റേ ചെയ്തു. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. ആ എക്സാം എഴുതി നല്ല മാർക്കും വാങ്ങി. അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ 21 വയസ്സിലായിരുന്നു എക്സാമാ. പഠിച്ചിട്ട് ഏകദേശം 9 മാസം ആകുന്നുള്ളൂ. അപ്പൊ അത്ര സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുക. പക്ഷെ നിർഭാഗ്യവശാൽ PSC അത് ക്വാളിഫിക്കേഷനിൽ എന്തോ ഇഷ്യൂ ഞങ്ങൾക്ക് വളരെ ഒരു വിഷമമായിരുന്നു. ഒത്തിരി സന്തോഷം കേട്ടോ. ഈ ഒരു പ്രായത്തില് ഹൈക്കോടതി അല്ല നമ്മുടെ യൂണിവേഴ്സിറ്റി LGS കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ട് ഓഫ് ആയിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 81 നിങ്ങൾ വരിക. അത് 9 മാസേ ആയുള്ളൂ പഠിച്ചിട്ട്. ഓരോരുത്തരും ഇത് അറിയേണ്ടതാണ് കേട്ടോ. വർഷങ്ങളായി പഠിക്കുന്ന 30-35 ഒക്കെ ആയ ലേഡീസ് ഒക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. അതങ്ങ് വിഷമായി പോയില്ലേ? പോട്ടെ, അതിന് പകരം ദൈവം ഇപ്പൊ ഓരോന്നോരോന്ന് തരുന്നല്ലേ. അത് ചിലപ്പം ആദ്യം നമ്മളെ മനസ്സിരിക്കണം. അതിനേക്കായി വലുത് തന്നുകൊണ്ടിരിക്കും. ധൈര്യമായിട്ടിരിക്കും. ഇതുപോലെ മനസ്സ് പതറാതെ മുന്നോട്ട്. ഇനി കമ്പനി ബോർഡ് LGS വരുന്നു, VFA വരുന്നു, വെബ്കോ വരുന്നു. ഇതൊക്കെ എഴുതി ഏറ്റവും നല്ല റാങ്കിൽ വരണം. അതിനേക്കായി നല്ല റാങ്കിൽ വരാം. ഓക്കെ, ഷാഹിദ്, ഇനി ഭാവി പരിപാടി എന്താ? നേരത്തെ പറഞ്ഞു ഡിഗ്രിയൊക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവി പരിപാടി എന്താണ്? നല്ല വീട് വെക്കണം, അതോ വണ്ടി എടുക്കണം? ഇങ്ങനെ കാണും പണ്ട് ഇങ്ങനെ അച്ഛനോടെങ്ങാനും വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എനിക്കൊരു ജോലി കിട്ടിയിട്ട് വേണം, എനിക്ക് ഇഷ്ടത്തിനൊരു വണ്ടി. ചിലർ പറയും ഇന്ന ബൈക്ക് എടുക്കണം അല്ലെങ്കിൽ കാർ എടുക്കണം എന്നൊക്കെ. ഞാനൊക്കെ ഞാൻ എപ്പോഴും അനുഭവം പറയാറില്ലേ, എനിക്ക് വീടൊന്നും ഇല്ലായിരുന്നു, നല്ല വീട് വെക്കണം, പിന്നെ എനിക്കൊരു വണ്ടി, എൻ്റെ അമ്മയെ ഒന്ന് സ്വസ്ഥമാക്കണം എന്നൊക്കെ. നിങ്ങൾക്ക് ഈ PSCയിൽ ഒരു ജോലി കിട്ടിയ അല്ലെങ്കിൽ ഇപ്പം ഇനി എന്താണ് മുന്നോട്ടുള്ള യാത്ര? സോ ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് എനിക്ക് ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻ്റ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരില്ലായിരിക്കും. അങ്ങനെ വന്നാൽ
എനിക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ പോലും ഡിഗ്രി ലെവൽ എക്സാംസിന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഡിഗ്രി ഇല്ലെങ്കിലും ഡിഗ്രി ലെവൽ എക്സാംസിന് പഠിച്ചിട്ട് തുടങ്ങിക്കോ. അതെ, ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതണം, എന്നിട്ട് അത് ക്ലിയർ ചെയ്യണമെന്നുള്ള ഒരു ഡ്രീമാണ് ഞങ്ങളത്. ഡിഗ്രി ലെവൽ എക്സാം എൻ്റെ ഏട്ടനെ കണ്ടിട്ട് ഞങ്ങൾക്ക് അത് കിട്ടിയത്. ഡിഗ്രി ലെവൽ എക്സാംസ് ഒരുപാട് സാലറി ഉണ്ട്, നല്ല പോസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് എടുക്കാം, തീർച്ചയായിട്ടും എടുക്കുക. കാരണം ഇനി ഇപ്പം ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങിക്കോ, പഠിച്ചു തുടങ്ങിക്കോ. പിന്നെ ലക്ഷ്യങ്ങൾ ഈ ജോലി കിട്ടിയതിന് ശേഷം ഈ സാലറി കൊണ്ട് സാലറി കൊണ്ട് എന്താണ് ചിന്തിക്കുന്നത്? ചിലവർ, ഞാനിപ്പോൾ എൻ്റെ അനുഭവം പറഞ്ഞ് ഒരു വീട് വെക്കണമായിരുന്നു, വണ്ടി എടുക്കണം എന്നൊക്കെ ആഗ്രഹമാണ്. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അതോ ഇപ്പോഴേ ചിന്തിച്ചിട്ടില്ല? ഞാൻ ഫസ്റ്റ് സാലറി എൻ്റെ ഉപ്പൻ്റെ ഉമ്മൻ്റെ കൈ കൊടുക്കണമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഭാവിയിൽ അവർ അത് ഓർക്കണം, അതിന് വേണ്ടിയിട്ട് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകന് PSC പഠിച്ച് ജോലി കിട്ടിയിട്ട് അല്ല ആ പൈസക്ക് വാങ്ങിയ ഒരു സാധനമാണ്. അങ്ങനെ ഓർത്ത് വെക്കാനുള്ള എന്തെങ്കിലും ഒന്ന് അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് എന്താണ് വേണ്ടത് അത് വാങ്ങണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്, വാങ്ങിക്കൊടുക്കണം എന്ന്. അതായത് എത്ര കാലം കഴിഞ്ഞാലും ഇതെന്റെ മോന് പഠിച്ച് ഫസ്റ്റ് സാലറി വാങ്ങി തന്നതാണെന്ന് ഓർത്ത് വെക്കാനത്തോടെ പറയാൻ നല്ലൊരു കാര്യമാണ്. ഈ അച്ഛനും അമ്മയൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഇപ്പൊ രാത്രിയിലും ഒക്കെ ഇരുന്ന് പഠിക്കുമ്പോഴും ഒക്കെ നിങ്ങളോട് പറയുമായിരുന്നു, അവർ വന്ന് വിളിച്ചൊക്കെ നോക്കുമായിരിക്കുമല്ലോ, അവർ ഇനി എന്താണ് മൊബൈലിൽ കളിക്കുകയാണോ അതോ പഠിക്കുകയാണോ? നിങ്ങളുടെ ഈ ഒരു പ്രായം അവർക്ക് ചിന്തിക്കാനുമായില്ല, പക്ഷെ നിങ്ങൾ വിശ്വാസം ഉണ്ടായിരുന്നോ? ഞങ്ങൾ വിശ്വാസമായിരുന്നു, ഞങ്ങൾ നേടിയെടുക്കുന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. അതുമല്ലാണ്ട് ഉപ്പ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, ഏട്ടനെ കണ്ടോ, ഏട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഏട്ടനെ പൊക്കി പറയും, അവൻ ജോലി വാങ്ങുന്നത് കണ്ടോ, നിങ്ങൾ രണ്ടുപേരും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി കാണാനാണ് എൻ്റെ ഉപ്പൊക്കെ ആഗ്രഹം. ഉപ്പ എടുത്ത് പറയുന്നത് അച്ഛനെ അറിയാം, ചേട്ടൻ എന്തായാലും ചേട്ടൻ എന്തായാലും അറിയാം. ഞങ്ങള് പണ്ട് മുതലൊരു പഠിപ്പിച്ചൊന്നല്ലായിരുന്നു, ഒരു മിഡിൽ ക്ലാസ് അതിന് താഴെയായിരുന്നു. അപ്പൊ ഇപ്പൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്, ഇവര് ആരെ കാണിക്കാൻ വേണ്ടി ചെയ്യാണോ ഒരു ഡൗട്ട് ഉണ്ട് പഠിത്തത്തിലൊക്കെ. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ഇടയ്ക്ക് മോട്ടിവേഷൻ തന്നെ. സ്ട്രിക്റ്റ് ആയിരുന്നോ? ഇപ്പൊ ടൈലറാണ്, നിങ്ങൾ പോവുമായിരുന്നു? അടുത്ത് തന്നെയാണോ? ബത്തേരി തന്നെ. അയ്യോ, ആ ഒരു കഷ്ടപ്പാടൊക്കെ നിങ്ങൾ ജോലി കയറിയിട്ട് അച്ഛന് ആഗ്രഹമുള്ള ദിവസം പോയി ചെയ്താൽ മതി, ഇനി ഫ്രീ ആയിക്കോളാൻ പറയണം കേട്ടോ. എത്ര നാൾ ആ ചക്രം നമ്മൾ കേട്ടിട്ടില്ലേ, ചക്രം ചവിട്ടി ഉണ്ടാക്കിയതാണ് നിങ്ങൾ ഇവിടം വരെ എത്തി എന്ന് പറയുന്നത്. നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം, സാലറി കയ്യിലേക്ക് കൊടുത്തിട്ട്. അച്ഛൻ ഇനി അതൊന്നും വലിയ ജോലികളൊന്നും ചെയ്യണ്ട, പറ്റുന്ന ദിവസം അച്ഛന് ഇഷ്ടമുള്ള ദിവസം എല്ലാം പോയിക്കോ, അച്ഛനല്ലാതെ നിർത്തണ്ട, അച്ഛന് ഇഷ്ടമുള്ളത് ഇനി കുറച്ചേക്കാൻ പറയണം. ഇനി ഞങ്ങളെ കൊണ്ടുവരുന്ന സാലറിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറയണം. ഒത്തിരി സന്തോഷം കേട്ടോ, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഷാഹിദിനോടും തന്നെയാണ് ആർക്കും ഉത്തരം പറയാം. എൻട്രി ഒത്തിരി സഹായിച്ചു എന്ന് പറഞ്ഞല്ലേ. ഇതിലോട്ട് ഇറങ്ങിയപ്പം ചില വിഷയങ്ങൾ ഭയങ്കര, നിങ്ങൾ ഒരു +2 വരെ ആയതുകൊണ്ട് വലിയ ഗ്രാഹ്യമില്ല, സയൻസ് പാട്, കണക്ക് പ്രത്യേകതരമാണ്. ഈ ഒരു സിസ്റ്റമാറ്റിക് രീതിയാണ് നിങ്ങളുടെ പഠന രീതിയും, എൻട്രിയിലെ നോട്ട്സും എൻട്രിയിലെ അധ്യാപകരും എങ്ങനെയായിരുന്നു ആദ്യം നിങ്ങളുടെ പഠന രീതി? ഓർഡർ ആക്കിയായിരുന്നു ഓരോ വിഷയം അനുസരിച്ചായിരുന്നോ? എൻട്രിയിലെ ക്ലാസ്, സാറുമാര്, ഇതൊക്കെ എങ്ങനെയായിരുന്നു? സാർ, ഞങ്ങള് പഠിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു. ഒരു 12 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു 6 സബ്ജക്റ്റ് ഉൾപ്പെടുത്തിയിട്ട് ഒരു ടൈം ടേബിൾ ഒരു ദിവസം. അതുമല്ല, ഞങ്ങൾക്കൊരു സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അത് 5+1+1 എന്നായിരുന്നു. അതായത് 5 ദിവസം, ആദ്യത്തെ 5 ദിവസം റീഡിങ് ആയിരുന്നു, വായിക്കുക. അടുത്ത ഒരു ദിവസം ഒരു വായിക്കുന്നതിന്റെ എൻഡ്, അതിന് റീഡിങ്ങിന്റെ എൻഡ് പറഞ്ഞത് റിവിഷൻ ചെയ്യലാണ്, റിവൈസ് ചെയ്യലാണ്. അതും അതിന്റെ കൂടെ ഒരു OMR ചെയ്തു. അത് ആദ്യത്തെ 5 ദിവസം വായന, പിന്നെ റിവിഷൻ, അടുത്ത ഒരു ദിവസം റെസ്റ്റ് എടുക്കുക. അതായിരുന്നു നമ്മളെ സ്റ്റഡി സ്ട്രാറ്റജി. അത് ഞങ്ങൾ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. പാടുള്ള വിഷയം ഏതായിരുന്നു നിങ്ങൾക്ക്? സയൻസ് ഒക്കെ പാടായിരുന്നു അതോ കറണ്ട് അഫേഴ്സ് ആയിരുന്നോ പാട്? എനിക്ക് പാടുള്ള സബ്ജക്ട് കറണ്ട് അഫേഴ്സ് ആണ്. ഒരു ഏരിയ ആയിരുന്നു കറണ്ട് അഫേഴ്സ് പാടുള്ളത്. അതെങ്ങനെ പഠിക്കേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവില്ല പഠിച്ചു തുടങ്ങുമ്പോൾ. പക്ഷെ കറണ്ട് അഫേഴ്സ് പാടുള്ളത് കൊണ്ട് തന്നെ അതിനെങ്ങനെങ്കിലും പഠിച്ചെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിൽ എൻട്രി ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു എൻട്രിയിലെ മന്ത്ലി കറണ്ട് അഫേഴ്സിന്റെ നോട്ട് ഞങ്ങൾക്ക് തരും. ഞങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു എൻട്രിയുടെ. അതിൽ മന്ത്ലി കറണ്ട് അഫേഴ്സ് പ്രിന്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അയച്ചു തരായിരുന്നു. അത് പ്രിന്റ് എടുത്തിട്ട് അത് വർക്കൗട്ട് ചെയ്യും ഞങ്ങൾ രണ്ടുപേരും.
അത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു. അർച്ചന മിസ്സും ജയേഷൻ സാറും ഒക്കെ നല്ല കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നു. അത് നിങ്ങൾക്ക് ഒരു പ്രയോജനപ്പെട്ടായിരുന്നു അല്ലേ? മാത്സ് ഒക്കെ എളുപ്പമായിരുന്നോ പഠിക്കുന്ന സമയത്ത്, അതോ പിന്നെ മെനക്കെട്ടിരുന്നതായിരുന്നു? മാത്സ് എളുപ്പം തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ചെറുപ്പം മുതൽ മാത്സിനോട് നല്ല താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ മാത്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ചെയ്യാനും വർക്കൗട്ട് ചെയ്യാനും ഞങ്ങൾ കുറച്ച് സമയം മാത്സിന് എടുത്തിട്ടുള്ളൂ. ആഴ്ച ഒരു ദിവസം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യും, റിവിഷനും ചെയ്യുമായിരുന്നു അല്ലേ? അതാണ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് വിജയിച്ചത് കേട്ടോ. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഞങ്ങൾ AI ടെക്നോളജി വെച്ചിട്ട് പഠിച്ചിരുന്നു. ചാറ്റ് GPT അതൊക്കെ നോക്കി ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിന്റെ ആൻസർ ഒക്കെ സമഗ്രന്ന് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ചാറ്റ് GPT-യിലേക്ക് ഇട്ടുകൊടുക്കും. എന്നിട്ട് ചാറ്റ് GPT-യോട് അത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാക്കി തരാൻ പറയും. ചെറിയ പുള്ളികളൊന്നും അല്ല. എന്നിട്ട് അത് വർക്കൗട്ട് ചെയ്യും. PSC പിള്ളേരൊന്നും മെനക്കെടാത്തൊരു കാര്യമായിരുന്നു. ആ സമയത്തൊക്കെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് കണ്ടെത്തി ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗം റിവിഷൻ നടത്തുന്നത് നല്ല കാര്യമാണ് കേട്ടോ. ഒത്തിരി സന്തോഷം നിങ്ങൾ വന്നതിൽ തന്നെ. ചിലർ പറയും ടൈം മാനേജ്മെന്റ് അത്യാവശ്യമാണ്. ഇതുണ്ടായിരുന്നോ നിങ്ങൾക്ക്? കൃത്യമായിട്ട് ഓരോ ദിവസം പഠിക്കുമ്പം ഓരോ പോർഷൻസ് വെച്ച് ആ ടൈമിലാണോ, അതോ നിങ്ങൾ പാടുള്ള സബ്ജക്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തായിരുന്നോ? എന്തുവായിരുന്നു? ഞങ്ങൾക്കൊരു നല്ലൊരു ടൈം ടേബിൾ ഉള്ളത് കൊണ്ട് തന്നെ അതിലെ ഓരോ സമയത്തും ഞങ്ങൾ ആ വിഷയങ്ങളായിരുന്നു പഠിക്കുന്നത്. ഇപ്പം PSCക്ക് വരുന്ന ഒട്ടുമിക്ക പേരും ടൈം ടേബിൾ ഉണ്ടാവില്ല. ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള വിഷയം, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയം, അതൊക്കെ നമുക്ക് ആ ടൈം ടേബിളിൻ്റെ സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ കഴിയും. അല്ലെങ്കിൽ ടൈം ടേബിൾ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അത് പിന്നെ പഠിക്കുക, അത് നാളെ പഠിക്കാന്ന് വെച്ചിട്ട് ഒഴിവാക്കും. അപ്പോൾ ഞങ്ങൾ ഈ ടൈം ടേബിൾ വെച്ചത് കൊണ്ട് തന്നെ നല്ല ടൈം മാനേജ്മെൻറ്റും എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാ ടഫുള്ള സബ്ജക്റ്റും അതിലൂടെ അങ്ങ് പോയതുകൊണ്ട് ഒന്നും അറിഞ്ഞതുമില്ല അല്ലേ? അടുത്ത എൻ്റെ ഒരു ചോദ്യം നിങ്ങളോട് രണ്ടുപേരോടത്താണ്. ചേട്ടനോട് ചോദിക്കാനുള്ള എല്ലാം ചോദിച്ച് നിങ്ങളോട് ഈ ഒരു തലമുറയിൽ നിങ്ങൾക്ക് അവരിപ്പം കളിച്ച് ചോദിക്കുക, കോളേജിൽ പോയ, നിങ്ങളിപ്പം വലിയൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകാൻ പോയ, ഉദ്യോഗാർത്ഥി എന്നുള്ള പേര് വെട്ടി ഉദ്യോഗസ്ഥനാകും, അവരോട് കൊടുക്കാനുള്ള ഒരു ഉപദേശം, നിങ്ങൾ ഉപദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വലിയ ആൾക്കാരല്ലേ ഉപദേശം, എന്നാലും നിങ്ങൾ ലിസ്റ്റിൽ വന്നു, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് കിട്ടിയത്. അപ്പം നിങ്ങൾ ഈ ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലുള്ള ഒരു തലമുറയുണ്ടല്ലോ, അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? സാർ, ഞങ്ങൾ +2 കഴിഞ്ഞിട്ട് PSCയിലോട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. കാരണം ഒരുപാട് ക്വാളിഫിക്കേഷൻസ് നേടുന്നതിനെക്കാട്ടും എത്ര ബെറ്റർ PSCയിലോട്ട് വന്നിട്ട് ഒരു ഗവൺമെന്റ് ജോലി ആദ്യം നേടുന്നതായിരിക്കും. അതുമല്ലാണ്ട് ഇന്നത്തെ കാലത്ത് എല്ലാ ക്വാളിഫിക്കേഷൻസ് നമ്മളെ വിരൽത്തുമ്പിലുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് പഠിച്ചിട്ട് അതൊക്കെ നേടിയെടുക്കാം. PSCയിലോട്ട് വന്നു വെച്ചിട്ട് നമുക്കൊരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല. ഇതിലൊന്ന് സേഫ് ആക്കിയിട്ട് വേണമെങ്കിൽ ഡിഗ്രി PG ജോബ് നേടിയതിന് ശേഷം അതൊക്കെ നേടിയെടുക്കാം. അതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം അല്ലേ? ഈ പുതുതലമുറ ഇതിലോട്ട് വരുമ്പം നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ കൂട്ടുകാരുടെ എത്രയും പെട്ടെന്ന് ഇറങ്ങ്, നേരത്തെ ജോലി കിട്ടാൻ പറഞ്ഞിട്ടുണ്ടോ? അതായത് പിന്നെ അങ്ങോട്ട് പോകും തോറും കോമ്പറ്റീഷൻ ആണല്ലോ, ഇപ്പോഴും കോമ്പറ്റീഷനാണ് നിങ്ങൾ പഠിച്ചപ്പോൾ. ഓക്കെ, ഇനി ഈ വരുന്ന പുതിയതായിട്ട് ഇപ്പം പഠിച്ചു തുടങ്ങുന്നവരോടൊക്കെ നിങ്ങൾക്ക് എന്താണ് ആദ്യം ചേട്ട പറ? ഇപ്പം പഠിച്ചത് ഇപ്പം ഒത്തിരി പോസ്റ്റുകളിൽ ഒത്തിരി ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അല്ലേ? കേരള ബാങ്ക് മാനേജർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പുതിയതായിട്ട് പഠിക്കുന്നവരോട് എന്താണ് ഒരു ഉപദേശം പോലെ, അല്ലെങ്കിൽ എന്താണ് ഇനി പോകേണ്ട പാത? പലരും തിരക്കിയിരിക്കുകയായിരിക്കും, എനിക്ക് കിട്ടുന്നില്ലല്ലോ, എനിക്കിനി ഇറങ്ങിയിട്ട് കാര്യമുണ്ടോ, ഭയങ്കര കോമ്പറ്റീഷൻ അല്ലോ, എന്താണ് നിങ്ങൾക്കിപ്പം പഠിച്ച് കിട്ടിയല്ലോ, ഒരു ഉപദേശം എന്തായിരിക്കും? സാർ, എനിക്ക് അഡ്വൈസ് കൊടുക്കുമ്പോൾ എനിക്ക് ആദ്യം പാരൻസിന് ഒരു അഡ്വൈസ് കൊടുക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളെ പിള്ളേരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഞാൻ എഞ്ചിനീയർ ആക്കാം, MBBS വിടാം എന്ന് ഒരു വാഗ്ദാനം അവർക്ക് കൊടുക്കാറുണ്ട്. പിള്ളേരെ അതിനെടുത്ത് പഠിപ്പിക്കുകയും ചെയ്യും. അവസാനം ഇതിന് പോകുന്നൊരു തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ഒരു 70% പിള്ളേർ ഇത് അച്ചീവ് ചെയ്യാൻ കഴിയാറില്ല. അപ്പോൾ അവർ എന്നിട്ടൊരു ബാക്കപ്പ് പ്ലാൻ പോലെയാണ് ഇങ്ങനത്തെ കേരള PSC മാത്രമല്ല എല്ലാ കോമ്പറ്റീവ് എക്സാമിനും കാണാറ്. അപ്പോൾ ഈ ഒരു സമയം അവർ ഇതിലോട്ട് വരുമ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ എനർജി അതേപോലെ ടൈം ഒക്കെ ഡ്രെയിൻ ആയിട്ടുണ്ടാവും. ഒരു എക്സോസ്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും അവർ ഇതിലോട്ട് വരുന്നത്. സോ ഈ ഒരു ചിന്താഗതി നമ്മൾ മാറണം. നമ്മൾ പിള്ളേരെ നമ്മൾ വളർത്തി കൊണ്ടുവരുമ്പോഴേ ഈ ഒരു PSC അല്ലെങ്കിൽ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീൽഡ് തന്നെയാണ്. ചെറുപ്പം മുതലേ നമ്മൾ അവരെ അതിലോട്ട് മോൾഡ് ചെയ്തെടുക്കണം. എനിക്കത് പാരൻസിന് കൊടുക്കാനുള്ള അഡ്വൈസാണ്. സാർ, ഇനി PSCയിലോട്ട് വരുന്ന പുതിയ ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് PSCയിലോട്ട് വരാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഡൗട്ട്സുകളാണ്: 1, ഞാൻ എന്ത് പഠിക്കണം; 2, ഞാൻ എങ്ങനെ പഠിക്കണം, എത്ര സമയത്ത് പഠിക്കണം. ഞങ്ങൾ 3 പേരും സ്റ്റാർട്ട് ചെയ്തത് ഇതേ ഡൗട്ട് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഇവർ ചിലപ്പോൾ ചെറുപ്പം മുതലേ നന്നായിട്ട് പഠിക്കുന്നവരായിരിക്കാം. എനിക്ക് SSLCയിൽ അത്ര മാർക്കൊന്നും ഇല്ലായിരുന്നു.
+2 കഷ്ടിച്ച് പാസ്സായതാണ്. ഡിഗ്രിയിൽ ഒരുപാട് സപ്ലിമെൻ്ററി എക്സാംസ് ഒക്കെ എഴുതിയിട്ടാണ് ഞാൻ PSCയിലോട്ട് വരുന്നത്. എന്നിട്ടും ഈ ഒരു 5 ഇയേഴ്സിൻ്റെ ഇടയിൽ കേരള PSCയുടെ ടോപ്പ് മോസ്റ്റ് എക്സാംസ് ഒക്കെ എന്നെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു നമ്മൾ എങ്ങനെ ആയിരുന്നു, നമ്മുടെ പാസ്റ്റ് എങ്ങനെ ആയിരുന്നു എന്നുള്ളതിന് ഇവിടെ ഒരു ഓപ്ഷനൊന്നും ഇല്ല. നിങ്ങളിപ്പോൾ ഇതിലോട്ട് വന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഇതനുസരിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട്. സോ ധൈര്യമായിട്ട് നിങ്ങൾ PSCയിലോട്ട് വരിക. മൂന്നാമത് എനിക്കിപ്പോൾ പഠിച്ച് പോകുന്ന പിള്ളേരോട് പറയാനുള്ളത്, നിങ്ങളിതിൻ്റെ ബാക്കിൽ തന്നെ ചെല്ലുക, നിങ്ങൾ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, നിങ്ങളിത് അച്ചീവ് ചെയ്യും. ദാറ്റ്സ് ഓൾസോ. നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ചേട്ടനിപ്പോൾ അടിപൊളി ഒരു കാര്യങ്ങളാണ് 3 കാലഘട്ടം പേരൻസിനും കൊടുത്തു, ഫ്രഷിനും കൊടുത്ത്, ഇപ്പോൾ പഴയ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഇനി പഠിച്ചുകൊണ്ട് തുടങ്ങുന്നവർക്കൊക്കെ പറയാൻ വേണ്ടി? ഈ PSC പഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ എന്ന് വിചാരിച്ച് പഠിക്കുക. അതൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. നമ്മുടെ മുന്നിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഈ ഒരു ഗവൺമെൻറ് ജോലി വാങ്ങുക, ഒരു ഗവൺമെൻറ് എംപ്ലോയി ആവുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രം മുന്നിൽ കണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു എക്സാമിന് പോകുമ്പോൾ ആ എക്സാമിന് ഒരു വേക്കൻസി ആയാലും 1000 വേക്കൻസി ആയാലും അത് കിട്ടും എന്ന് വിചാരിച്ച് പഠിക്കുക. അതെനിക്ക് എന്തായാലും കിട്ടുമെന്ന് വിചാരിച്ച് പഠിക്കുക. ആ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഇതെനിക്ക് കിട്ടില്ല, ഇനി എൻ്റെ മുന്നിലേക്ക് വരുന്ന എക്സാം, അടുത്ത എക്സാം ഏതാണ്, അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റും. ഒരുപാട് നിങ്ങൾക്കത് ഒത്തിരി റാങ്ക് ലിസ്റ്റുകളിൽ അങ്ങനെ തന്നെ ഓരോരുത്തർ വരുന്നു. ഒന്ന് കഴിഞ്ഞു, അടുത്ത് എഴുതിയിടുന്നു. റാങ്ക് വരുമ്പോൾ ഇതെല്ലാം ഉള്ളു. ചിലപ്പോൾ ആദ്യം കിട്ടിയില്ലെങ്കിലും, രണ്ടാമത് കിട്ടിയില്ലെങ്കിലും, അഞ്ചാമത് കിട്ടിയില്ലെങ്കിലും നമുക്കിടെ മനസ്സിലൊരു ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേടും. ഒത്തിരി സന്തോഷം. നിങ്ങൾ ഈ ഇവിടം വരെ വയനാട്ടിൽ നിന്ന് എറണാകുളം വരെ വന്ന് ഞങ്ങളോടൊപ്പം ഇച്ചിരി നേരം പങ്കിട്ട് ഓരോരുത്തരും നല്ല ഉപദേശങ്ങൾ കൊടുത്തു. നിങ്ങളുടെ പഠിത്ത സ്റ്റൈലൊക്കെ കേട്ടതിലൊക്കെ വളരെയധികം സന്തോഷം. അച്ഛനമ്മമാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് നിങ്ങളുടെ ഈ വലിയ റാങ്ക്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇനി ജോലി കിട്ടുമ്പോഴും എപ്പോഴും അവരെ കൂടെ കൊണ്ട് കിടക്കുക. വലിയ വലിയ പോസ്റ്റുകളിൽ എത്തിയാലും അവരെ ഒരിക്കലും മറക്കരുത്. അവരുടെ ഒക്കെ പ്രയത്നഫലമായിട്ടാണ് നിങ്ങൾ ഈ നിൽക്കുന്നതും. നിങ്ങളുടെ ഡ്രസ്സായാലും, നിങ്ങളുടെ ആരോഗ്യമായാലും, നിങ്ങളുടെ മുന്നോട്ടുള്ള പഠിത്തങ്ങളായാലും എല്ലാം ഓട്ടെ. അച്ഛൻ്റെ ആ കഷ്ടപ്പെട്ട ജോലിയിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറ്റി നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ല ജോലിയിൽ കയറി അച്ഛനെയും അമ്മയൊന്ന് സ്വസ്ഥമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.